നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഡബ്ബിംഗ്, എഴുത്ത്, പാട്ട്, അഭിനയം അങ്ങനെ കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നുമില്ല. കൈവച്ചതെല്ലാം പൊന്നാക്കിയ ഒരു മിടുക്കിയാണ് ഇന്ന് എനിക്കൊപ്പം ലേഡീസ് ബാൻഡിൽ അതിഥിയായി എത്തുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ പാൻ ഇന്ത്യൻ ചിത്രം കൽക്കിയിലെ ആ ശബ്ദം മാത്രമല്ല, ആ മലയാളം സംഭാഷണത്തിന് പിന്നിലും എഴുത്തുകാരിയായ നീരജ അരുണാണ്. സിനിമാ മേഖലയിൽ മാത്രമല്ല, ബിസിനസ് കോച്ച്, സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനർ, ഒപ്പം മാനസികാരോഗ്യ മേഖലയിലെ പ്രൊഫഷണൽ കൂടിയാണ് നീരജ. സ്വാഗതം നീരജ ലേഡീസ് ബാൻഡിലേക്ക്. നീരജ, ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു ചിത്രം, ഒരു പാൻ ഇന്ത്യൻ ചിത്രം, വലിയ താരനിരകളുള്ള, അതായത് ഇറങ്ങിയ ദിവസം മുതൽ തന്നെ, അതായത് ഇതിന്റെ ഒരു ഷൂട്ടിംഗ് ആരംഭിച്ചപ്പോൾ മുതൽ ചർച്ചാ വിഷയമായ ചിത്രമാണ്. 700 കോടി ക്ലബൊക്കെ കടന്ന് ചിത്രം വലിയ അഭിനന്ദനങ്ങളൊക്കെ നേടി കുതിക്കുകയാണ് തിയേറ്ററുകളിൽ. അതിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ് നീരജ. അത് മലയാളി പ്രേക്ഷകർ കേട്ടത് നീരജയുടെ സംഭാഷണത്തിലൂടെയാണ്, നീരജയുടെ ശബ്ദത്തിലൂടെയാണ്. വലിയ അഭിനന്ദന പ്രവാഹം ഇപ്പോൾ നീരജയ്ക്ക് ഉണ്ടെന്നറിയാം. വലിയ സന്തോഷം തോന്നുന്ന ഒരു മൊമെന്റിൽ കൂടിയല്ലേ കടന്നു പോകുന്നത്? തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. എങ്ങനെയാണ് ഈ കൽക്കിയിലേക്ക് എത്തുന്നത്? ഇത്ര വലിയൊരു പ്രൊജക്ട്, വലിയൊരു സിനിമ, അതിന്റെ ഭാഗമാകുന്നത് എങ്ങനെയാണ് നീരജ? ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ഡബ്ബിംഗ് സ്ക്രിപ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മലയാളത്തിലേക്ക് തമിഴിൽ നിന്നും തെലുങ്കിൽ നിന്നും ഹിന്ദിയിൽ നിന്നും കന്നഡയിൽ നിന്നൊക്കെ ഒരുപാട് മൂവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന വോക്സ്കോം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബാനറിലും കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡബ്ബിംഗ് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള അജിത് അരുൺ, അവരോടൊപ്പം തന്നെ സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഒരു ടീം എന്ന നിലയിലാണ് കൽക്കിയിലേക്ക് ഒരു ക്ഷണം കിട്ടുന്നത്. അങ്ങനെയാണ് ഈ ഒരു പ്രോജക്റ്റിലേക്ക് ജോയിൻ ചെയ്തത്. ഞാൻ ഈ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുണ്ട്. കൈവച്ചതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. എങ്ങനെയാണ് ഇതിനെല്ലാം കൂടെ സമയം കിട്ടുന്നത് നീരജയ്ക്ക്? ഇപ്പോഴും ബിസിനസ് കോച്ചായിട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ട്രെയിനിങ് എൻ്റെ മെയിൻ പ്രൊഫഷൻ തന്നെയാണ്. ട്രെയിനിങ്, അതുപോലെ മെൻ്റൽ ഹെൽത്ത് സർവീസസ് എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ നമുക്കൊരു ഇഷ്ടവും താല്പര്യവും ഉള്ളത് കൊണ്ട് അതിനുള്ള അവസരങ്ങളിലേക്ക് എത്തിപ്പെടുകയും അത് ചെയ്യാൻ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കാറുണ്ട്. സമയക്കുറവ് ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുമ്പോൾ നമ്മളത് അങ്ങ് അറിയാതെ പോകും. എന്തായാലും വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണല്ലോ. അതായത് ഇതുവരെ നീരജ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് കോച്ച് അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രൊഫഷണൽ എന്നതിനപ്പുറം സിനിമയിലേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റം വരും. ഈ സിനിമയിലേക്കുള്ള ഒരു കാൽവെപ്പ് അതെങ്ങനെയായിരുന്നു? ഈ മേഖലയിലേക്ക് എങ്ങനെ എത്തപ്പെട്ടു? സിനിമയോട് അല്ലെങ്കിൽ ഡബ്ബിങ്ങിനോട് പണ്ട് ഒരു ചെറിയ പ്രായത്തിൽ തുടങ്ങിയ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ എന്ന് പറയുന്നത് അന്നത്തെ കാലത്തൊക്കെ നമ്മൾ വേറൊരു ലോകമാണ് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രൊഫഷനിൽ തന്നെയായിരുന്നു കൂടുതലും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഇപ്പോൾ ഞാൻ 2019 നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ചെയ്യുന്നത്. ഞാൻ അതിനു മുൻപ് ഹൈദരാബാദിൽ വർക്ക് ചെയ്യായിരുന്നു. സോ ആ സമയത്ത് കൂടുതലും എൻ്റെ പ്രൊഫഷൻ തന്നെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ വന്ന് ഫ്രീലാൻസറായി ട്രെയിനിങ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ സമയം ഉണ്ടായിരുന്നതുകൊണ്ട് ആളുകൾ ശബ്ദം അറിയുന്നത് കൊണ്ടും അല്ലെങ്കിൽ എഴുത്തിനെ കുറിച്ച് അറിയുന്നത് കൊണ്ടും ഒക്കെ പല കാര്യങ്ങളിലേക്ക് ക്ഷണം കിട്ടി. അങ്ങനെ ചെയ്തു തുടങ്ങി. പിന്നീട് അത് ചെയ്യാൻ പറ്റും, ബെറ്റർ ആക്കാൻ പറ്റും എന്ന് തോന്നിയപ്പോൾ അതിലും കൂടെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ്. പിന്നെ അതോടൊപ്പം തന്നെ ഈ അഭിനയത്തിനാണെങ്കിലും ഡബ്ബിങ്ങിനാണെങ്കിലും ഒക്കെ അതുപോലെ ചെറിയ ചെറിയ അവസരങ്ങൾ ആദ്യം വന്നു. പിന്നെ അത് ചെയ്യുന്നതനുസരിച്ച് പിന്നെ കൂടുതൽ പ്രോജക്റ്റുകളിലേക്ക് ക്ഷണം വന്നു. ഈ കൽക്കിയില് മൃണാൾ ഠാക്കൂറിന്റെ ശബ്ദമാണ് നീരജ നൽകിയിട്ടുള്ളത് അല്ലേ? ഈ ഒരു സിനിമ ചെയ്യുമ്പോഴത്തെ ഒരു വെല്ലുവിളി അതെങ്ങനെയായിരുന്നു? അതായത് ഒരു 6000 വർഷം പഴക്കമുള്ള ഒരു സിനിമ, ഒരു കഥാ പശ്ചാത്തലമാണ് സിനിമ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സംഭാഷണം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളിപ്പോൾ സംസാരിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഇപ്പൊ കാണുന്ന സിനിമയുടെ ഒരു സംഭാഷണ രീതിയോ ശൈലിയോ അതിലുപയോഗിക്കുന്ന വാക്കുകളോ പോലും ആകില്ല. ഒരു പുരാണത്തിന്റെ ബേസ് ഉണ്ട് കഥയ്ക്ക്. അപ്പോൾ അത്തരത്തിലൊരു സിനിമയുടെ സംഭാഷണം എഴുതുമ്പോൾ എങ്ങനെയാണ് ആ ഒരു വെല്ലുവിളിയെ നേരിട്ടത്? കൽക്കിയെ സംബന്ധിച്ച് ആകെ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ടോട്ടൽ പ്രോജക്റ്റിന് ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതാനാണെങ്കിലും ഡബ്ബിംഗ് തീർക്കാനാണെങ്കിലും ടോട്ടൽ കുറച്ച് ദിവസങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 10 ദിവസം മാത്രമേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു സമയക്കുറവ് ഒരു ചലഞ്ച് തന്നെയായിരുന്നു. അതർവൈസ് ഇപ്പോൾ ലാംഗ്വേജിനെ പറ്റി പറയുകയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് മലയാളമാണെങ്കിലും മലയാളത്തിൻ്റെ ഏത് സ്റ്റൈൽ ഓഫ് മലയാളമാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഞാനത് ഏത് ഭാഷയിൽ നിന്നാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ തെലുഗു ആയാലും കന്നഡ ആയാലും ഹിന്ദി ആയാലും അതിൻ്റെ എല്ലാ തരത്തിലുള്ള കൊളോക്കിയൽ വേർഷൻസുമായിട്ട് ഞാൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള
ഒരാളാണ്. എനിക്കത് വളരെ നന്നായി സംസാരിക്കാനും അറിയാം. അപ്പോൾ ഭാഷാപരമായിട്ട് വലിയൊരു ചലഞ്ച് കൽക്കിയിൽ വന്നിട്ടില്ല. പിന്നെ കോൺസെപ്റ്റ് റിലേറ്റഡ് ആണെങ്കിലും എനിക്ക് പുരാണങ്ങളെക്കുറിച്ചും അതുപോലെ ഇതിൽ പറയുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആ പ്ലോട്ടിനെ കുറിച്ചും എനിക്ക് ഒരുപാട് റിസർച്ച് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് ആ ഏരിയയിലൊന്നും ചലഞ്ച് ഇല്ലായിരുന്നു. ആകെ ഉണ്ടായിരുന്ന ചലഞ്ച് സമയക്കുറവായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്ത സിനിമകളിൽ ആദ്യമായിട്ടാണ് ഒരു സ്ക്രിപ്റ്റ് 3 ദിവസം കൊണ്ട് എഴുതി തീർക്കുന്നത്. അപ്പോൾ അത് ഒരു ചലഞ്ചായിരുന്നു. കാരണം നമ്മൾ ഇതിൻ്റെ എല്ലാ ടെക്നിക്കാലിറ്റീസും നോക്കി പെർഫെക്ഷനോട് കൂടി എഴുതാൻ ശ്രമിക്കുകയും വേണം, അതേസമയം ഈ ഒരു സമയപരിധിക്കുള്ളിൽ അത് തീർക്കുകയും വേണം. സോ ഇതായിരുന്നു ഉണ്ടായിരുന്ന ഒരു ചലഞ്ച്. അതെ, ഈ നീരജ പറഞ്ഞപ്പോഴാണ്, അതായത് ഇത്ര വലിയൊരു സിനിമ ഇത്രയും ചെറിയ സമയം കൊണ്ട് എങ്ങനെ ചെയ്തു തീർക്കാൻ കഴിയും? ഇങ്ങനെ ആ ഒരു തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞപ്പം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഈ ചലഞ്ച് ഏറ്റെടുക്കാൻ ഒരു ധൈര്യക്കുറവ് ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു അപ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഈ ഒരു ചിത്രത്തിന്റെ ഓഫർ വന്നപ്പോൾ? ഞങ്ങൾ ഈ 3 Men ആർമിയെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കണം എന്നുള്ള ഒരു ആവശ്യം മുമ്പിലേക്ക് വരുന്നത്. സോ ആദ്യം കേട്ടപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ചെയ്യുമ്പോൾ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു ചലഞ്ചായിട്ട് ചെയ്യാമെന്ന് തന്നെ തീരുമാനിക്കുകയായിരുന്നു. പിന്നെ ഒബ്വിയസ്ലി നമുക്കിപ്പോൾ ഏത് സിനിമ ചെയ്യുമ്പോഴും മറ്റൊരാൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കുറേ വർഷങ്ങൾ ജോലി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ വളരെ വൃത്തിയായും ഭംഗിയായും 100% അല്ലെങ്കിൽ അതിലധികം കമ്മിറ്റ്മെൻറ്റോട് കൂടി വേണം നമ്മളത് ചെയ്യാൻ. സോ ആ ഒരു ചിന്ത എല്ലാ പ്രോജക്റ്റിലെയും പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റാണ്. അപ്പോൾ പറയുന്ന ഓരോ വാക്കുകളും അല്ലെങ്കിൽ അത് ആര് സംസാരിക്കുന്നു, ആരുടെ ശബ്ദത്തിൽ വരുന്നു, ഇതൊക്കെ ഇതിൽ നമ്മൾ ഒരുപാട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു പ്രോജക്റ്റും കൂടി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ കൂടുതലായിട്ട് അതിനെ നമ്മുടെ സെൻസ് ഓഫ് കമ്മിറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. അതെ, ഞാനിങ്ങനെ വായിച്ചു നേരത്തെ നീരജയുടെ ഒരു ഇന്റർവ്യൂവിൽ തന്നെ, അതായത് ഈ ഓരോ ആളുകളും ഇപ്പോൾ അവരവരുടെ ഭാഷയിൽ സംസാരിക്കുന്ന ആ ഡയലോഗ് അതിന്റെ മീറ്ററിലുള്ള അതേ മലയാളം വാക്ക് തന്നെ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ കാണുന്ന പ്രേക്ഷകർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റില്ല, വലിയൊരു അരോചകമായിട്ട് തോന്നും. അതോടൊപ്പം ഇപ്പോൾ ചിലപ്പം അവര് ഇമോഷണൽ സീൻസ് ഒക്കെ കൈകാര്യം ചെയ്യുന്നത് അവരുടെ മാതൃഭാഷയിലായിരിക്കാം. അപ്പോൾ അത് മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അതിന് അനുയോജ്യമായ അതേ ലിപ്സിങ്ക് വരുന്ന വാക്കുകൾ തന്നെ നമ്മൾ കണ്ടെത്തി ഉപയോഗിക്കണം. ഏകദേശം എത്ര സമയമൊക്കെ ഇതിനു വേണ്ടി എടുക്കുമായിരിക്കും? അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഇട്ട് നോക്കി ശരിയാകുന്നില്ല എന്ന് തോന്നി വീണ്ടും ആഡ് ചെയ്ത് അങ്ങനെ തിരുത്തലുകൾ വീണ്ടും ആഡ് ചെയ്യുന്നു, അങ്ങനെ ഒരു പ്രോസസ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും ഇതല്ലേ? അതിൽ ഈ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് ഓരോ സീനിനും ഓരോ രീതിയിലാണ്. അപ്പോൾ ഏതിന് എത്ര സമയം എടുക്കും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പൊതുവെ എല്ലാ സ്ക്രിപ്റ്റുകളും കമ്പയർ ചെയ്യുമ്പോൾ എനിക്കൊരു ചലഞ്ചായിട്ട് വരാറുള്ളത് ഹ്യൂമർ എഴുതുമ്പോഴാണ്. കാരണം പല സീനുകളിലും ഓൾറെഡി അവരുടെ കൊളോക്കിയൽ ലാംഗ്വേജിലോ അല്ലെങ്കിൽ അവരുടേതായ ഭാഷയിൽ റീജിയണൽ ലാംഗ്വേജിൽ ചെയ്തു വെച്ചിരിക്കുന്ന തമാശകളൊന്നും നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ മലയാളികളുടെ ഹ്യൂമർ സെൻസ് വേറെ രീതിയിലായിരിക്കും. അതിൽ തന്നെ പല രീതിയിലുള്ള കൾച്ചറൽ ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ ജനറലൈസ് ചെയ്ത് വേറൊരു രൂപത്തിലേക്ക് മാറ്റൽ ചില സമയത്ത് സമയം എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഹ്യൂമർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സമയം എടുക്കാറുണ്ട്, ഒരുപാട് ആലോചിക്കേണ്ടി വരാറുണ്ട്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ സീൻ അനുസരിച്ചിട്ടാണ്, ഏത് സീനിൽ എന്ത് കോണ്ടന്റ് പറയുന്നു എന്നനുസരിച്ച് അതിനെടുക്കുന്ന സമയം വ്യത്യാസപ്പെടും. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ലിപ്സിങ്കും മീറ്ററും നോക്കി മാത്രമല്ല അതിനകത്ത് എന്താണ് ആ ഒരു സീനിലൂടെ അല്ലെങ്കിൽ ആ ഒരു ഡയലോഗിലൂടെ ആ കഥാപാത്രം കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിൻ്റെ ഒരു അർത്ഥം നമ്മുടെ മനസ്സിലുണ്ട്. ആ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കഥാപാത്രം സംസാരിക്കുന്നതിൻ്റെ ഓരോ ആർട്ടിസ്റ്റുകളുടെ സ്റ്റൈലും അതിലൊരു ഭാഗമാണ്. അവർ ഡയലോഗ് ഡെലിവറി ചെയ്യുന്ന രീതിയും അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ എവിടെയാണ് ലിപ്പ് മൂവ്മെന്റ് ഉണ്ടാകുന്നത്, ലിപ്പ് എവിടെ ക്ലോസ് ചെയ്യുന്നു, എവിടെ ഓപ്പൺ ചെയ്യുന്നു, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കിയിട്ടാണ് ഒരു ഡയലോഗ് അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു വാക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഈ വാക്ക് സെലക്ട് ചെയ്യുമ്പോൾ തന്നെ ഓരോ കഥാപാത്രത്തിന്, ഇപ്പൊ കൽക്കിയെ പറ്റി പറയുകയാണെങ്കിൽ മിത്തോളജിക്കൽ സൈഡിൽ വരുമ്പോൾ ഒരു വേറെ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് സൈഡിലേക്ക് വരുമ്പോൾ വേറെ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ആണ്. അതിൽ തന്നെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോ തരം ലാംഗ്വേജ് കൊടുക്കാൻ മലയാളത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില വാക്കുകൾ ചില കഥാപാത്രങ്ങൾ സംസാരിക്കില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു ഡയലോഗ് എഴുതുന്നത്. അതിന് എത്ര സമയം എടുക്കും എന്നുള്ളത് സീൻ ടു സീൻ ഡിഫറൻസ് ഉണ്ടാവും. ഈ കൽക്കി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഒരുപാട് അഭിനന്ദന പ്രവാഹം വന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ ഓർത്തു വെക്കുന്ന ഒരു മൊമെന്റ് ഏതായിരിക്കും നീരജ?
എനിക്ക് തീർച്ചയായിട്ടും ഞാൻ എഴുതിയതിൽ എനിക്ക് എഴുതുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ 2 ക്യാരക്ടേഴ്സ് എഴുത്തിലാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഡയലോഗ് വൈസ്, ഡയലോഗിൻ്റെ ഒരു രീതി, ആ സ്റ്റൈൽ ഓഫ് ലാംഗ്വേജ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 കഥാപാത്രങ്ങൾ കൃഷ്ണനും അശ്വത്ഥാമാവുമാണ്. അപ്പോൾ അത് എഴുതുമ്പോഴും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അതേ ഡയലോഗ് ചിലപ്പോൾ പ്രേക്ഷകർ കണ്ടതിന് ശേഷം, ഇപ്പോൾ ഒരു തവണയൊക്കെ തിയേറ്ററിൽ കണ്ടിട്ട് അവരത് തിരിച്ച് വന്ന് കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ മെസ്സഞ്ചേഴ്സിലൂടെയോ ഒക്കെ നമുക്ക് എഴുതി അയക്കുമ്പോൾ അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം. കാരണം അത്രയ്ക്കും അവരുടെ മനസ്സിലേക്ക് ആ ഡയലോഗ് കയറി എന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു ഹാപ്പി മൊമെന്റ് ആയിരുന്നു. കാരണം എന്താണെങ്കിലും നമ്മളൊരു സിനിമ എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ അവസാനം തീരുമാനിക്കുന്നത് അത് പ്രേക്ഷകന്റെ ജഡ്ജ്മെന്റ് ആണ്. അപ്പോൾ പ്രേക്ഷകർക്ക് അത് മനസ്സിലേക്ക് ഡയലോഗ് അടക്കം അവരെ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുന്ന മൊമെന്റ് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ ഫുൾഫിൽമെന്റ്. നേരത്തെ പറഞ്ഞല്ലോ ഒരു 3 men ആർമിയാണ് നിങ്ങൾ എന്നുള്ളത്. ഈ ആർമിയിലുള്ള ബാക്കി 2 പേരുടെ വിശേഷങ്ങൾ എങ്ങനെയാണ്? അതെ, അവർ രണ്ടുപേരും ഏതാണ്ട് ഒരു 20 വർഷത്തിലധികമായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളാണ്. നമ്മുടെ പ്രഭാസിന് ബാഹുബലി തുടങ്ങി ശബ്ദം കൊടുക്കുന്ന ആളാണ് അരുണാണ് ഒരാൾ, അരുൺ CM. അതുപോലെ ശ്രീകൃഷ്ണന് നമ്മുടെ കൽക്കിയിൽ ശ്രീകൃഷ്ണന് ശബ്ദം കൊടുത്തിരിക്കുന്ന അജിത് കുമാർ, അദ്ദേഹം ഇതേപോലെ കുറേ വർഷങ്ങളായിട്ട് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആണ്. അതോടൊപ്പം തന്നെ ഇവർ രണ്ടുപേരും 10 വർഷത്തിലധികമായിട്ട് ഡബ്ബിംഗ് ഡയറക്ഷൻ ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഒട്ടുമിക്ക അന്യഭാഷ നടന്മാർക്ക് മലയാളത്തിലേക്ക് ശബ്ദം കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഒരുപാട് സിനിമകൾ ഡബ്ബിംഗ് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളതാണ്. സോ എന്നെ സംബന്ധിച്ച് ഞാൻ മുമ്പും ചില സ്ക്രിപ്റ്റ് വർക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊരു വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിരുന്നില്ല. കാരണം നമ്മൾ സ്ക്രിപ്റ്റ് എഴുതിയാലും അത് ഡബ്ബിങ്ങിലേക്ക് വരുമ്പോൾ ഡബ്ബിംഗ് പെർഫെക്ഷൻ ഇല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് കൊണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റി ചെക്ക് എനിക്ക് ഓൾറെഡി അവർ ചെയ്ത വർക്കുകൾ ഞാൻ കാണുകയും ഒക്കെ ചെയ്തതുകൊണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ. സോ ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ടീം വർക്ക് തന്നെയാണ് ഇതിന്റെ റിസൾട്ട്. അതായത് നമ്മൾ സ്ക്രിപ്റ്റിംഗിൽ വരുന്ന പെർഫെക്ഷനും അതോടൊപ്പം തന്നെ ഡബ്ബിംഗ് ഡയറക്ഷനിൽ വരുന്ന പെർഫെക്ഷനും ആണ് ഇതിന്റെ ഒരു ജഡ്ജ്മെന്റ് എന്തായിരിക്കും എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതെ, ഇപ്പോ ക്വാളിറ്റിയെ കുറിച്ച് നീരജ പറഞ്ഞപ്പോഴാണ് പണ്ട് കാലത്ത് നമ്മൾ ഈ TV-യിലൊക്കെ പൊതുവെ ചില ചാനലുകളിലൊക്കെ ഡബ് ചെയ്തിട്ടുള്ള സിനിമകൾ വരുമായിരുന്നു, തെലുങ്കു ഒക്കെ. അതൊക്കെ ആളുകൾ കാണുമെങ്കിൽ പോലും അതിലുപയോഗിക്കുന്ന വാക്കുകൾ ചിലപ്പം അതിൽ അത്രത്തോളം ഈ പെർഫെക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പല ഘട്ടത്തിലും അരോചകമായിട്ട് തോന്നുമായിരുന്നു. പക്ഷെ ഇപ്പോ ഈ ഒരു നിലവിലത്തെ കാലഘട്ടം നോക്കുമ്പോൾ അങ്ങനെയല്ല, ഭയങ്കര പെർഫെക്റ്റ്. അതായത് മലയാളത്തിൽ എടുത്ത സിനിമ പോലെ തന്നെ തോന്നിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഡബ് ചെയ്ത സിനിമകൾ വരുന്നത്. അപ്പോൾ ആ ഒരു ക്വാളിറ്റി അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, ആളുകൾ അത് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ആ ഒരു പുതിയ കാലഘട്ടത്തിലെ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ആ ഒരു ചലഞ്ചിനെ എങ്ങനെയാണ് നേരിടുന്നത്? ഈ ക്വാളിറ്റി അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു സ്ക്രീനിൽ ഒരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അവരുടെ ലിപ് മൂവ്മെന്റിൽ പോലും വരുന്ന ഒരു വ്യത്യാസം നമ്മുടെ പ്രേക്ഷകനെ സംബന്ധിച്ച് അതൊരു ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ ആ ഡിസ്ട്രാക്ഷൻ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ആസ്വാദനം ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ നമ്മൾ അതിൽ ചേരാത്ത വാക്കുകൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഡയലോഗ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അർത്ഥം വരുന്ന ഒരു സെന്റൻസ് ഒക്കെ അവിടെ വരിക എന്ന് പറയുന്നത് പ്രേക്ഷകന്റെ ആസ്വാദനം ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുമ്പ് കാലത്ത് ഡബ്ബിംഗ് സിനിമകൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നതിന്റെ കാരണം ഇത് ട്രാൻസ്ലേഷൻ ആയിട്ടായിരുന്നു ആളുകൾ കണ്ടിരുന്നതും. ഒരു പക്ഷേ അന്നൊക്കെ ഈ ഡബ്ബിംഗ് സ്ക്രിപ്റ്റുകൾ ചെയ്തിരുന്നതും ഒരു പക്ഷേ അങ്ങനെ ആയിരുന്നിരിക്കാം. അപ്പോൾ ആ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന കാര്യം വരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇതൊരിക്കലും ട്രാൻസ്ലേഷൻ അല്ല. ട്രാൻസ്ലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഭാഷയിലെടുത്ത സിനിമ മറ്റൊരു ഭാഷയിലേക്ക് റീജിയണലൈസ് ചെയ്യുമ്പോൾ അത് ഓഡിയൻസിന് ആസ്വദിക്കാൻ പറ്റില്ല. അപ്പോൾ ട്രാൻസ്ലേഷനിലപ്പുറം ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരുപാട് ടെക്നിക്കാലിറ്റീസ് അതിൽ ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഡയലോഗ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒബ്വിയസ്ലി നമുക്കതിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ച കാര്യങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല. പക്ഷേ അതിന് പ്രേക്ഷകന്റെ ആസ്വാദനം ഡിസ്റ്റർബ് ചെയ്യാതെ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഡബ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഡബ്ബിംഗ് ഡയറക്ടേഴ്സും എല്ലാം ചിന്തിക്കുന്നത് ഒരിക്കലും പ്രേക്ഷകൻ ഇത് മറ്റൊരു ഭാഷയിലെടുത്ത സിനിമയാണ് എന്ന് തോന്നാതെ അവർക്കത് കണ്ട് ആസ്വദിക്കാൻ പറ്റണം. ഫൈനലി എന്തിനാണ് നമ്മൾ മലയാളത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിലേക്കോ ഒരു സിനിമ ഒരു ഭാഷയിൽ നിന്ന് നമ്മൾ റീജിയണലൈസ് ചെയ്യുന്നത്? എന്തിനാണ്? ഏറ്റവും കൂടുതൽ ആളുകൾ ആ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു ക്രിയേറ്റീവ് പീസ് ഓഫ് ആർട്ടിനെ ഏറ്റവും കൂടുതൽ ആളുകൾ കാണണം തന്നെയാണ്. അതിപ്പോൾ സംവിധായകനാണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും പ്രൊഡക്ഷൻ കമ്പനി ആണെങ്കിലും അവർക്കൊക്കെ ആഗ്രഹം ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുക, ആസ്വദിക്കുക, അതിനെ വിലയിരുത്തുക എന്നുള്ള കാര്യം തന്നെയാണ്.
അപ്പോൾ അതിന് ഏറ്റവും നല്ല ആസ്വാദനമാക്കി കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഞങ്ങളെ പോലുള്ള ആളുകൾക്കുണ്ട്. സോ തീർച്ചയായിട്ടും പലപ്പോഴും അത് ചലഞ്ചാണ്. പല സമയത്തും പല കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന പല ഫ്ലക്ച്വേഷൻസും അതിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനെ നമ്മൾ ഏറ്റവും പെർഫെക്റ്റ് ആക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തത്തോടു കൂടി അത് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എടുത്തിരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു മിഷൻ അതാണ്. നേരത്തെ നീരജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പൊ നീരജയെ സംബന്ധിച്ച് ഒരു ഭാഷയിൽ നിന്ന് മാത്രമല്ല, ഹിന്ദി, തെലുങ്കു, കന്നഡ, ഇംഗ്ലീഷ്, അങ്ങനെ നിരവധി ഭാഷകളിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വിവർത്തനം ചെയ്ത് എഴുതാറുണ്ട്. ഇത്രയും ഭാഷകൾ ഈ അനായാസം കൈകാര്യം ചെയ്യാൻ എങ്ങനെയാണ് പഠിച്ചത്, ഒരു കോഴിക്കോട്ടുകാരി? കോഴിക്കോട്ടുകാരിയാണെങ്കിൽ ഞാനൊരു 2008-2009 സമയത്ത് കോഴിക്കോട് നിന്ന് പല ജോലി സംബന്ധമായ കാര്യങ്ങളായിട്ട് മാറി പുറത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അതിലൊരു 12 വർഷം മുൻപ് അല്ലെങ്കിൽ ഒരു 14 വർഷം മുൻപ് ഹൈദരാബാദിലേക്ക് പോയി. അവിടെ നിന്ന് ഞാൻ എൻ്റെ ജോലി സംബന്ധമായിട്ട് തന്നെ ഞാൻ അവിടെ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നാഷണൽ ഹെഡായിരുന്നു. സോ അതോടൊപ്പം തന്നെ ഞാൻ പല രീതിയിലുള്ള പ്രോജക്ട്സ് പുറത്തും അല്ലാതെയും സോഷ്യൽ സർവീസ് റിലേറ്റഡ് ആയിട്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സോ യാത്ര അതിലൂടെ മനുഷ്യരെ പരിചയപ്പെടുന്നതും എൻ്റെ ജോലി സംബന്ധമായ കാര്യങ്ങളിലൂടെ എൻ്റെ പ്രൊഫഷൻ റിലേറ്റഡ് ആയ ഒബ്ജക്റ്റീവ്സിലൂടെ ആളുകളുടെ പല ലൈഫ് സിറ്റുവേഷൻസിലേക്ക് ഇടപഴകേണ്ടി വരിക, അവരെ ഹെൽപ്പ് ചെയ്യേണ്ടി വരിക, അവരെ ഗൈഡ് ചെയ്യേണ്ടി വരിക, അവർക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടി വരിക, കോച്ചിങ് കൊടുക്കേണ്ടി വരിക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെ എല്ലാ രീതിയിലുള്ള കൾച്ചറും ഭാഷയും അവരുടെ ജീവിത രീതികളും എല്ലാം എന്നെ സംബന്ധിച്ച് ഞാൻ ഓൾറെഡി ഫെമിലിയർ ആണ്. സോ അതൊരു പക്ഷേ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു ഭാഷയ്ക്ക് തന്നെ, ഇപ്പം നമ്മൾ മലയാളം പറയുകയാണെങ്കിൽ തന്നെ മലയാളത്തിന് പല വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഏത് നാട്ടിലാണ്, ഏത് ആൾക്കാരാണ് ഇങ്ങനെ സംസാരിക്കുക, ഇനി അവരൊരു പ്രത്യേക രീതിയിലുള്ള ഒരു മെറ്റഫറോ ഒരു ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫ്രേസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഏത് നാട്ടിലെ ആൾക്കാരാണ് യൂസ് ചെയ്യുക, അവർ ഏത് സിറ്റുവേഷനിലാണ് ഇത് യൂസ് ചെയ്യുക, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഓൾറെഡി ഉള്ളത് കൊണ്ട് അതെന്നെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഈ ഒരു ഭാഷയിലുള്ള ഫ്ലുവൻസി തീർച്ചയായിട്ടും എൻ്റെ മെയിൻ പ്രൊഫഷനിൽ നിന്ന് ഞാൻ അക്വയർ ചെയ്തതാണ്. അത് ഇപ്പോൾ എന്നെ ഈ ഏരിയയിലൊക്കെ മൂവി റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന, എസ്പെഷ്യലി കോണ്ടന്റ് റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്നെ തീർച്ചയായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീരജയെ അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഘടകവും അത് തന്നെയാണ്. നീരജ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു നാട്ടിൽ പോയി കുറേ വർഷം ജോലി ചെയ്യുന്നു, താമസിക്കുന്നു എന്ന് കരുതി ഇൻഡെപ്ത് ആയിട്ട് എല്ലാ അവരുടെ പദപ്രയോഗങ്ങളും സിറ്റുവേഷൻ അനുസരിച്ച് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. ഒരു ബേസിക് നോളജ് നമുക്ക് എല്ലാ ഭാഷയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ അതൊരു ഫിക്ഷൻ ആക്കി എഴുതുമ്പോൾ ഏത് തരത്തിൽ എഴുതണം, അല്ലെങ്കിൽ അത് സംസാരിക്കുമ്പോൾ ഓരോ റീജിയൺ അനുസരിച്ച് വാക്കുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുക, അത് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് അത് നമ്മൾ സ്വന്തമായി ആർജിച്ചെടുക്കേണ്ട ഒരു കഴിവ് തന്നെയാണ്. അതിന് നീരജയ്ക്ക് വലിയൊരു അഭിനന്ദനം നേരുകയാണ്. എന്തായാലും നീരജ, ഈ സ്ക്രിപ്റ്റിംഗിലേക്ക് വരുമ്പോൾ തന്നെ ഈ സിനിമകൾ ഇപ്പം കൽക്കിയെ കുറിച്ച് മാത്രമേ നമ്മൾ സംസാരിച്ചുള്ളൂ, പക്ഷെ ഒരുപാട് സിനിമകൾ വെബ് സീരീസിനൊക്കെ നീരജ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇങ്ങനെ ഒരുപാട് നേരം കുഴങ്ങിപ്പോയൊരു സമയമുണ്ടോ? ഇത് ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിൽ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് വലിയ പ്രശ്നത്തിലായി പോയൊരു സമയമുണ്ടോ? അല്ല, ചില സമയത്ത് ഇപ്പോൾ ഡബിങ് സ്ക്രിപ്റ്റുകൾ നമ്മൾ 2 രീതിയിലുള്ള റിക്വയർമെൻറ്റ്സ് ആണ് വരിക. ഒന്ന്, കൽക്കി പോലുള്ള സിനിമകൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിൽ പ്രത്യേകിച്ചൊന്നും റീജിയണലൈസ് ചെയ്ത് ക്യാരക്ടേഴ്സിൻ്റെ പേര് മാറ്റി, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ഒരു സ്ഥലം റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാറ്റുക, എന്തെങ്കിലും കൾച്ചറലി സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനെ മാറ്റി എഴുതേണ്ടി വരുന്നില്ല അത്തരം സിനിമകളിൽ. പക്ഷേ ചില സിനിമകളിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റീജിയണലൈസ് ചെയ്യണം. അപ്പോൾ അവിടെ വരുന്ന ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് തുല്യമായ, ഓരോ കഥാപാത്രങ്ങൾക്ക് തുല്യമായ പേര് കണ്ടുപിടിക്കണം. ഇനി പേര് വേറൊരു ഭാഷയിലെ ഒരു സിനിമയിലൊരു ഇപ്പോൾ ഹൈദരാബാദിലോ അല്ലെങ്കിൽ തെലങ്കാന, ആന്ധ്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറയുകയാണ്, അല്ലെങ്കിൽ UP-യിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലം പറയുകയാണെങ്കിൽ നമ്മളത് മലയാളത്തിലേക്ക് മാറ്റുമ്പോൾ ഇവിടെ ഏത് സ്ഥലം അതിന് പകരം പറയണം എന്ന് നമ്മൾ ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കൾച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണെങ്കിൽ അതിൽ വരുന്ന ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ നമ്മൾ റീജിയണലൈസ് ചെയ്യേണ്ടി വരും. ആ റീജിയണലൈസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് മാച്ച് ചെയ്യാനും, അത് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രോള് കിട്ടാതിരിക്കണം. അതായത് ആളുകൾക്ക് അത് പരിഹസിക്കാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പോൾ അത്തരം ഘട്ടങ്ങളിൽ ആ കംപ്ലീറ്റ്ലി റീജിയണലൈസ് ചെയ്യേണ്ട കോണ്ടന്റുകൾ വരുമ്പോൾ ചിലപ്പോഴൊക്കെ അത് നമ്മൾ ആലോചിച്ച് കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് പേരോടൊക്കെ ഡിസ്കസ് ചെയ്തൊക്കെ ചെയ്യേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അത് ഇറ്റ് ഡിപ്പെൻസ്. അത് ചില കോണ്ടന്റുകൾക്ക്, ചില സിനിമകൾക്ക് മാത്രമേ അത് വരാറുള്ളൂ.
ഈ നന്നായിട്ട് ഡബ് ചെയ്യുന്ന ആളുകൾക്ക് അഭിനയിക്കാൻ കൂടിയുള്ള കഴിവ് സ്വാഭാവികമായി ഉണ്ടാകും. കാരണം ആ ക്യാരക്ടർ പോർട്രേ ചെയ്യുന്ന അതേ ഇമോഷൻസ്, അതേ വോയിസ് മോഡുലേഷനിൽ നിങ്ങളും സ്ക്രീനിന് പുറകിലിരുന്ന് അഭിനയിക്കുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ആ സിറ്റുവേഷനിൽ കൂടി എല്ലാം കടന്നു പോകുന്നുണ്ടല്ലോ, ആ കഥാപാത്രത്തെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. നീരജ അഭിനയത്തിലും കൈവച്ചിട്ടുള്ള ഒരാളാണ്. എത്ര സിനിമ ചെയ്തിട്ടുണ്ട് നീരജ? സിനിമ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മെയിൻ പ്രൊഫഷൻ കുറച്ചും കൂടി നമുക്ക് അധികം സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു ജോബ് ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിൽ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയമോ കാര്യങ്ങളോ ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് അതിനെ കോംപ്രമൈസ് ചെയ്ത് ചെയ്യാറില്ല. കാരണം അത് ഒബ്വിയസ്ലി മനുഷ്യരെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. നമ്മളെ പ്രതീക്ഷിച്ച് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വാക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളായിരിക്കും. അതിൽ ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്രൊഫഷനാണ്. അപ്പം അതുകൊണ്ട് തന്നെ അത് കോംപ്രമൈസ് ചെയ്ത് കൂടുതൽ സിനിമയിൽ അഭിനയിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ തന്നെയാണ് ചൂസ് ചെയ്യാറ്. സോ അതുകൊണ്ട് എല്ലാ അവസരങ്ങളും യൂസ് ചെയ്ത് അഭിനയിച്ച ഒരു അഭിനേത്രി ഒന്നുമല്ല. പക്ഷേ ഞാൻ ഒരുപാട് ഹ്രസ്വചിത്ര ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, വെബ് സീരീസുകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സിനിമ ഇപ്പോൾ ഇറങ്ങാനുള്ളത് 2 സിനിമയാണ് ഈ വർഷം ഇറങ്ങാനുള്ളത്. ഒന്ന് ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുന്ന ഒരു സിനിമ. അത് പുതിയൊരു സംവിധായകനാണ്, റിയാസ് ഖാൻ അദ്ദേഹത്തിനെ പോലെയുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ അതിൽ അഭിനയിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് ആഴി എന്ന് പറയുന്ന ഒരു മൂവിയാണ്. അതും പുതിയ ഒരു സംവിധായകനും പുതിയ ഒരു ടീമുമാണ് ചെയ്യുന്നത്. ഇതിൽ രണ്ടിലും 2 വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്. രണ്ടും ഡയറക്ടേഴ്സിന് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ എന്നിലുള്ള ഒരു വിശ്വാസത്തിന്റെ ഒരു പുറത്ത് ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സാണ്. റിലീസ് ചെയ്യുമ്പോഴാണ് അത് പ്രേക്ഷകർ എങ്ങനെയാണ് കാണാൻ പോകുന്നത് എന്നുള്ളത് അറിയുള്ളൂ. അതെ, നമ്മൾ കാത്തിരിക്കുകയാണ് ആ സിനിമകൾക്കായി. എന്തായാലും ഇത്രയും മേഖലകൾ ചെയ്യുന്നതിലും എനിക്ക് തോന്നുന്നു എഴുത്താണ് കൂടുതൽ താല്പര്യം നീരജയ്ക്കെന്ന്. സിനിമയിൽ സ്ക്രിപ്റ്റ് എഴുതണം എന്നുള്ളത്, വെബ് സീരീസിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടെന്ന് അറിയാം. എങ്ങനെയാണ് സ്ക്രിപ്റ്റിങ്ങിനോടുള്ളൊരു ഇഷ്ടം ഏത് ഘട്ടം മുതലാണ് ഉണ്ടാകുന്നത്? ഈ കോണ്ടന്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന സംഭവം ചെറുപ്പം മുതലേ ഏതെങ്കിലും ഒരു രീതിയിൽ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഓരോ കാലഘട്ടത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ മാറുന്ന അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ മാറുന്ന അനുസരിച്ചിട്ടുള്ള വ്യത്യാസങ്ങൾ, അത് എന്ത് തരം കോണ്ടന്റ് ആണ് എഴുതുന്നത് അല്ലെങ്കിൽ ഏത് ഭാഷയിലാണ് എഴുതുന്നത് എന്ന കാര്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരുപക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും എഴുതേണ്ടി വരാറുണ്ട്. ഇപ്പൊ ഡബിംഗ് സ്ക്രിപ്റ്റുകൾ മാത്രമല്ല, ആഡ് അല്ലെങ്കിൽ വെബ് സീരീസ് അതുപോലുള്ള കോണ്ടന്റുകൾക്കൊക്കെ ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എഴുത്ത് അന്നും ഇന്നും ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ പറഞ്ഞതുപോലെ എഴുത്താണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരുപാട് ഇഷ്ടത്തോടെയും ഒരുപാട് ആഗ്രഹത്തോടെയുമാണ് ചെയ്യുന്നത്. അതിപ്പം ട്രെയിനിങ് ആണ്. എന്നോട് ചോദിക്കാൻ ട്രെയിനിങ് ചെയ്യുമ്പോഴാണ് സന്തോഷം എന്ന് വെച്ചാൽ ട്രെയിനിങ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് മറ്റേ കാര്യങ്ങൾ, ഇപ്പോൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും എനിക്ക് കൂടുതൽ തോന്നുന്നുണ്ടാവുക. ഓക്കെ, ആ കാര്യം ചെയ്തു, കുറച്ച് പേര് കണ്ടു, അത് നല്ലതാന്ന് പറഞ്ഞു, അത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അതൊരു വേറെ തരം സന്തോഷമാണെങ്കിലും ഇതിനെല്ലാം ഒരേപോലെ ഇഷ്ടപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. സിനിമയിൽ ഇത്രയും തിരക്കായതിനു ശേഷവും അപ്പോൾ കോച്ചിങ്ങും ട്രെയിനിങ്ങും ഒന്നും വിടില്ല. ഇനിയും ബിസി ആയാലും ഈ മേഖലയിൽ അതും കൂടി ഇതിനൊപ്പം കൊണ്ടുപോകാൻ തന്നെയാണല്ലേ ആലോചന? തീർച്ചയായിട്ടും ഇപ്പോഴും ഈ കൽക്കി എന്ന് പറയുന്ന സിനിമ, ഈ കൽക്കി എന്ന പ്രോജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നതിന്റെ തലേ ദിവസം വരെയും ഏതാണ്ട് കണ്ടിന്യൂസ് 1 മാസം ഞാൻ ട്രെയിനിങ്ങുകൾക്ക് വേണ്ടിയുള്ള യാത്രകളിലായിരുന്നു. അവിടെ നിന്നാണ് നേരെ വന്നിട്ട് കൽക്കിയിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അതൊരിക്കലും നമ്മൾ ഓൾറെഡി ഒരു 16 വർഷം അല്ലെങ്കിൽ 19 വർഷത്തോളം ആ ഒരു ഫീൽഡിൽ എന്നെ തന്നെ ഞാൻ ഒരുപാട് അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് സർട്ടിഫിക്കേഷൻസ്, ഒരുപാട് കോഴ്സുകൾ ഞാൻ പഠിച്ചിട്ടാണ് ഓരോ സമയത്തും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലേക്കുള്ള എലിവേഷൻസ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ തീർച്ചയായിട്ടും എനിക്ക് അതിൽ ഒരുപാട് ഞാൻ ഇനിയും മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ബിക്കോസ് അത് കൂടുതലും നമ്മുടെ ഒരു മിഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മുടെ ആശയങ്ങൾ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ഒരു ഇൻറ്റൻഷനോടും കൂടിയാണ് ഞാൻ എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്നത്, കേരളത്തിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അത് എൻ്റെ ഒരു മിഷനായിട്ട് തന്നെ എൻ്റെ കൂടെയുണ്ട്. ഇനിയും അതിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം. നീരജയുടെ ഈ വലിയ പ്രൊഫൈൽ കണ്ടപ്പോഴുണ്ടല്ലോ, സൈക്കോളജിക്കൽ മേഖലയിൽ പ്രൊഫഷണലാണ്, സ്കിൽ ഡെവലപ്മെന്റ് മേഖലയിൽ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, ബിസിനസ് കോച്ചാണ്. സത്യത്തിൽ നീരജ എന്താണ് പഠിച്ചത്? ഒരുപാട് കോഴ്സുകൾ പഠിച്ച പോലെയാണ് തോന്നുന്നത്. ഞാൻ ഗ്രാജുവേഷൻ ചെയ്തത് ഫിസിക്സ് ആണ്. ആസ്ട്രോഫിസിക്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു.
അത് ബന്ധപ്പെട്ട് ചില പ്രോജക്റ്റുകളും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം. പക്ഷേ പിന്നീട് ജോലിക്ക് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ മെയിൻ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ട്രെയിനർ ആകുക, അല്ലെങ്കിൽ എ പേഴ്സൺ ഹൂ ഇൻഫ്ലുവൻസസ് പീപ്പിൾ, അതായത് പീപ്പിൾ ഡെവലപ്മെന്റ് തന്നെയായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ ആ ഉദ്ദേശത്തിനോടൊപ്പം തന്നെ എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ എന്നിലുള്ള ഇപ്പോൾ ഈ പറയുന്ന പോലെ എഴുത്താണെങ്കിലും സ്കൂളിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നു. അപ്പോൾ അത് പാട്ട് അല്ലെങ്കിൽ എഴുത്ത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള കലാപരമായ എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അപ്പോൾ ജോലിക്ക് കയറണം എന്നുള്ള ഒരു സിറ്റുവേഷനിൽ ജോയിൻ ചെയ്ത സമയത്തും അതിനെ എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം, കാരണം ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു. അത് ഇപ്പോഴും ആരും പറഞ്ഞാൽ വിശ്വസിക്കാറില്ല. കാരണം ഇത്രയും പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാൾ ഇൻട്രോവേർട്ട് ആയിരുന്നു എന്ന് പറയുന്ന കാര്യം ഒരു 20 വർഷം പുറകിലോട്ട് നോക്കുകയാണെങ്കിൽ ഞാനൊരു ഇൻട്രോവേർട്ടായിരുന്നു. അവിടുന്ന് എൻ്റെ സെൽഫ് ഡെവലപ്മെന്റിലൂടെ ഈ കരിയറിലേക്ക് മുന്നോട്ട് വരണം എന്ന ആഗ്രഹത്തിലാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓരോ സമയത്തും ഇപ്പോൾ പീപ്പിൾ ഡെവലപ്മെന്റ് ആണെങ്കിൽ അത് ബേസ് ചെയ്തിട്ടുള്ള കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ബേസ് ചെയ്തിട്ട് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്, അതുപോലെ ട്രാൻസാക്ഷണൽ അനാലിസിസ്, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സുകൾ ഓരോ സമയത്തും ഓരോ വർഷവും ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും. ഈ വർഷം എന്താണ് പ്രൊഫൈലിലേക്ക് എലിവേഷൻ കൊണ്ടുവരേണ്ടത്, അടുത്ത വർഷം ഏത് രീതിയിലായിരിക്കും ഞാൻ ഈ പീപ്പിൾ ഡെവലപ്മെന്റ് ചെയ്യുന്നത് എന്ന് പ്ലാൻ ചെയ്ത് വെക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് ഒരുപാട് സർട്ടിഫിക്കേഷൻസും കോഴ്സുകളും ചെയ്തു. അതോടൊപ്പം തന്നെ MBA HR കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴും അതുപോലെ ഞാൻ വേൾഡ് പ്രാണിക് ഹീലിംഗ് ഫൗണ്ടേഷൻ്റെ അണ്ടറിൽ പ്രാണിക് ഹീലറാണ്, സർട്ടിഫൈഡ് പ്രാണിക് ഹീലറാണ്, അർഹാറ്റിക് യോഗിയാണ്. ഇതൊക്കെ കോഴ്സുകൾ ചെയ്ത് മുന്നോട്ട് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇനിയുള്ള ആഗ്രഹം തീർച്ചയായിട്ടും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ കൂടുതൽ അഡ്വാൻസ്മെന്റ്സ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ PhD ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സോ ഇതാണ് ഒരു അക്കാഡമിക് പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഞാനിങ്ങനെ അതിശയത്തോടെ കേട്ടിരിക്കുകയായിരുന്നു. നീരജ ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു, അവിടെ നിന്ന് ഇങ്ങനെ ഡെവലപ്പായി വന്ന സ്വന്തം കഴിവ് കൊണ്ട് അങ്ങനെ സ്വയം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരാളുടെ ഒരു കരിയർ പരിശോധിക്കുമ്പോഴേ ഇതിലിപ്പം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും കൈവച്ചു എന്ന് മാത്രമല്ല അതെല്ലാം പൊന്നാക്കുകയും ചെയ്തു. എത്രത്തോളം അവാർഡുകളാണ് കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട് എടുക്കാനാണെങ്കിൽ. വിമൻ ലീഡേഴ്സ് ഓഫ് അവാർഡ് കിട്ടിയിട്ടുണ്ട്, ബെസ്റ്റ് മെന്ററിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്, മിസിസ് ഇന്ത്യ വേൾഡ് വൈഡ് ഫൈനലിസ്റ്റ് ആയിട്ടുണ്ടല്ലേ? ഉണ്ട്. എങ്ങനെയാണ് ഈ അവാർഡുകൾ? തീർച്ചയായിട്ടും നമ്മളിപ്പോ നേരത്തെ എന്നോട് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, എങ്ങനെയാണ് ഇതൊക്കെ മാനേജ് ചെയ്തത്? ഇതൊക്കെ മാനേജ് ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരുപാട് പാഷനാണ് ഇത് ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ, സെൽഫ് ഡ്രിവൺ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ കാര്യങ്ങൾ സ്വയം കണ്ടെത്തുകയും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരുപാട് സ്ട്രഗിളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ തീർച്ചയായിട്ടും അതിന് എൻഡ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ. പിന്നെ നമ്മൾ കുറേ കാലം കഴിഞ്ഞ് ഇതുപോലുള്ള അവാർഡുകളും അംഗീകാരങ്ങളും ഇപ്പോൾ ആര്യ തന്നെ ഇപ്പോൾ ഇവിടെ എന്നെ വിളിച്ചിരുത്തി നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ, ഇതൊക്കെ അതിനുള്ള അവാർഡുകളും അച്ചീവ്മെന്റ്സും തന്നെയാണ്. അപ്പോൾ ആ ചെയ്യുന്നതിലൂടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, മറ്റുള്ള ആളുകൾക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ ഒരു സന്തോഷം അതിന്റെ ലഹരി ആയിരിക്കാം ഒരു പക്ഷേ മുന്നോട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. തീർച്ചയായും നീരജയുടെ ഒരു കരിയറും അതിലെ അച്ചീവ്മെന്റ്സും ഒക്കെ ഒരുപാട് ആളുകൾക്ക് ഒരു വലിയ ഇൻസ്പിറേഷൻ തന്നെയാണ് തീർച്ചയായിട്ടും. എന്തായാലും ലേഡീസ് ബാൻഡിന്റെ സമയം ഇവിടെ അവസാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇടപെടുന്നത്, നമുക്ക് സമയപരിമിതി ഉള്ളത് കൊണ്ടാണ്. എന്തായാലും ഒരുപാട് സന്തോഷം, സ്നേഹം നീരജ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. എന്തായാലും കൽക്കിയുടെ വലിയ വിജയം, അതിന്റെ കയ്യടി നീരജ കൂടി അർഹിക്കുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വലിയൊരു അഭിനന്ദനം നേരുകയാണ്. ഇനി വരുന്ന പ്രൊജക്റ്റുകളും എല്ലാം ഇതേപോലെ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. Thank you so much, Arya. Thank you very much. ലേഡീസ് ബാൻഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.